അതിൽ ഒന്നാമത്തെ സംശയം എന്താണ്, ഇത് തട്ടിപ്പാണോ? അതാണ് ഏറ്റവും ഒന്നാമത്തെ സംശയം. ഡിഗ്രി മതി. അപ്പോൾ അടുത്ത സംശയം തട്ടിപ്പാണോ? എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ ജസ്റ്റ് UK വരാൻ വേണ്ടി സാധിക്കുന്നു. IELTS OET പോലെയുള്ള യാതൊരു ഇംഗ്ലീഷ് ടെസ്റ്റും വേണ്ട. അപ്പോൾ ഇത്തരം നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതെന്താ തട്ടിപ്പാണോ എന്നൊരു സംശയം വന്നു. അവിടെ പോയി കഴിഞ്ഞാൽ വല്ല കൂലിപ്പണിയുമാണോ കിട്ടുക എന്നൊരു കമൻറ്റ് വരും. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്, എനിക്ക് ആ ജോലി ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഇതിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറഞ്ഞൊരു വിസയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് ഒട്ടേറെ പേരിലോട്ട് എത്തിപ്പെട്ടു. ഒരുപാട് പേര് കമൻറ്റുകൾ കണ്ടു. വീഡിയോ നന്നായി ഷെയറായി പോയിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേര് സംശയങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും ഉണ്ടായിരുന്നു ഒരുപാട് പേര് സംശയങ്ങൾ. ഞാൻ പ്രതീക്ഷിച്ച സംശയങ്ങളൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഒരുവിധം എല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുമാതിരി അവനവൻ്റെ പ്രൊഫഷൻ വെച്ചിട്ടുള്ള കൺഫ്യൂഷൻസ് ഒക്കെയാണ്. ഞാൻ ഇന്ന പ്രൊഫഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഈ വിസയിൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു നാളെ ഉള്ള ബാലറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ ഉച്ചയ്ക്ക് 1:30, ജൂലൈ 21 ഉച്ചയ്ക്ക് 1:30 ഈ ബാലറ്റ് ഓപ്പൺ ആവുക ഇന്ത്യൻ സമയം. അതേപോലെ ജൂലൈ 23 ഉച്ചയ്ക്ക് 1:30 ബാലറ്റ് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ UK സൈറ്റിലാണ്. വേറെ ഒരു രീതിയിലുള്ള തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് UK ഗവൺമെൻറ് ചേർന്ന് സൈൻ ചെയ്ത് ഒപ്പിട്ടൊരു പദ്ധതിയാണ്. തട്ടിപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാകാം, അതേപോലെ തട്ടിപ്പാണോ, ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച പോലത്തെ കുറച്ച് സംശയങ്ങൾ, ഇതിനെല്ലാം രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ മാത്രമേ എനിക്ക് ഇതേപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഊർജ്ജമാവുകയുള്ളൂ എന്നൂടി പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ UK യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്താണെന്നതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ സമയം വെറുതെ കളയുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അതേപോലെ ഐ ബട്ടണിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കി കണ്ടേക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലുള്ള കമൻറ്റുകൾക്കുള്ള ഉത്തരം എന്ന രീതിയിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവനെ കണ്ടാൽ അറിയാം ഇത് തട്ടിപ്പാണെന്നാണ്. അതായത് ഇവനെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്നെ ആയിരിക്കും, ഞാനാണല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു മറുപടി എന്ന രീതിയിൽ പറയുകയാണ്, ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഒരിക്കലും ഞാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്കീമല്ല. അതേപോലെ തന്നെ ഇത് പറയുന്നതിൽ ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇതിലൂടെ വന്നാൽ എനിക്ക് ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു ഏജൻസി അല്ല, ഞാനൊരു സോളിസിറ്റർ അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക മാത്രമാണ്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ പോയിട്ട്, ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ഏജൻസിയെയും പോകേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ പോയി തന്നെ, നമ്മുടെ മൊബൈലിൽ തന്നെ ഇപ്പോൾ എല്ലാം സംഭവിക്കും, എല്ലാം നടക്കും. UK സൈറ്റിൽ പോയി ചെയ്യേണ്ട അതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് വരെ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വേണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ UK അടുത്തൊരു ഡൗട്ട്, ഒരു പൊതുവായുള്ള സംശയം എന്താണ്, വല്ല കൂലിപ്പണിയാണോ ലഭിക്കുക അതോ ജോലി കിട്ടുമോ? അതായത് ഈ വിസ കിട്ടിയാൽ കൂലിപ്പണിയാണോ UK കിട്ടുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനുള്ള ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം പറയണം, നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. അതായത് നിങ്ങൾക്ക് കൂലിപ്പണിയാണോ ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ, കഴിവിച്ച് അത്രേ കിട്ടുകയുള്ളൂ. അതല്ല, നിങ്ങൾ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. വീണ്ടും പറയുന്നു, സർവൈവൽ എന്നുള്ള ഒരു സംഭവം, അതായത് എന്താ പറയുക, ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാനികളുണ്ട്, അതേപോലെ നൈജീരിയക്കാരുണ്ട്, ഈവൻ അമേരിക്കക്കാരടക്കമുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഒട്ടേറെ പേരുണ്ട്. ഇപ്പോൾ UK യങ് പ്രൊഫഷണൽ സ്കീം എന്ന പോലെ UK ഗവൺമെൻറ്റും ഇതേപോലെയുള്ള മറ്റു രാജ്യങ്ങളുമായും സ്കീമുകളുണ്ട്. യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയും. അപ്പോൾ അവരും ഇതേപോലെ പല ഇതിൽ ഫ്രീ ആയിട്ടുള്ള ചാൻസിലും മറ്റും UK എത്തിയ ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ മറ്റു വിസകളിൽ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വന്ന ആൾക്കാർ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരുടെ സ്പൗസും അതേപോലെ തന്നെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ PSW വിസയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ, സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് PSW ആയ ആൾക്കാർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇവിടെ ജോലിക്ക് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. പല ആൾക്കാർ വിസ കാലാവധി തീർന്നിട്ട് കള്ളത്തരത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് വല്ല കൂലിപ്പണിയുമാണോ ചെയ്യേണ്ടി വരിക എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമാണ്. പിന്നെ ഇവിടെ വന്ന് കൂലിപ്പണിയെ കുറിച്ച് ഞാൻ പറയാം. ഒട്ടേറെ പേര് കൂലിപ്പണി തന്നെയാണ് ചെയ്യുന്നത്. കാരണം മണിക്കൂറിനാണ് ഇവിടെ ശമ്പളം എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിന് 14 പൗണ്ട്, 15 പൗണ്ട്, 20 പൗണ്ട്, 30 പൗണ്ട്, 80 പൗണ്ട്, അങ്ങനെ പല കാറ്റഗറിക്ക് അനുസരിച്ചും ഉണ്ട്. ഇപ്പോൾ ചില നഴ്സുമാർ ഇവിടെ NHS ജോലി ചെയ്ത ശേഷം മറ്റു ഏജൻസികളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കൂലിപ്പണി, അത് കൂലിപ്പണി ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഹവർലി റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അന്നന്ന് ശമ്പളം എന്ന രീതിയിലല്ലേ, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അതേമാതിരി മെഡിക്കൽ ഫീൽഡിലെ പല ആൾക്കാരും ആ രീതിയിൽ പോകുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മണിക്കൂറിന് 80 പൗണ്ടൊക്കെ വെച്ചിട്ടാണ് അവരുടെ റെമ്യൂണറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും കൂലിപ്പണി എന്ന് പറഞ്ഞ് തരം താഴ്ത്തേണ്ടതില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ
കൂലിപ്പണിയല്ല അതിനപ്പുറമുള്ള പണിയെടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇത് UK ഗവൺമെൻറ് തരുന്ന ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, വീണ്ടും പറയുകയാണ്, ജോലി തിരഞ്ഞ് കണ്ടുപിടിക്കണം നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ജോലി തരാനും ഇവിടെ താമസിക്കാനുള്ള 2 വർഷത്തെ വിസ തന്നു കഴിഞ്ഞു. ഈ 2 വർഷ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വിസ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനികൾ കണ്ടെത്തി നിങ്ങളുടെ ലാംഗ്വേജിൽ ഓക്കെയാണ്, നിങ്ങൾ പോയി സംസാരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പങ്കെടുത്ത് ജോലി നേടാം. അങ്ങനെ ജോലി നേടിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ജോലി ലഭിക്കാതെ തിരിച്ചു പോയ ആൾക്കാരും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ അവനവൻ്റെ ചിന്തകൾക്കനുസരിച്ച് അവനവൻ്റെ കഴിവുകൾക്കനുസരിച്ചാണ് ഇതിന് ഉത്തരം എന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നേടാം, അല്ലെങ്കിൽ നിർഭാഗ്യം എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് കഴിവുണ്ടായിട്ടും കാര്യമില്ല, ഭാഗ്യം കൂടി കടാക്ഷിക്കണം. ചില ആൾക്കാർ കഴിവുണ്ടാവില്ല, പക്ഷെ അവർക്ക് വന്നു വെട്ട സ്ഥലവും ആ ഏരിയയും അവർക്ക് കിട്ടിയ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒരു ഘടകമാണ്, ഭാഗ്യം കൂടി ഒരു ഘടകമാണ്. ഇവിടെ വന്ന ഉടനെ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ജോലി കിട്ടിയില്ലെങ്കിൽ കൂടി, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്പോൺസർഷിപ്പുള്ള ജോലി കിട്ടിയെങ്കിൽ കൂടി ഇവിടെയുള്ള റീറ്റെയിലുകൾ, ഷോപ്പുകൾ ഉണ്ടാവും, കടകളിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ താൽക്കാലികമായി ജോലി കിട്ടുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. അതും എടുത്തു പറയുകയാണ്, നല്ല രീതിയിലുള്ള മത്സരമുണ്ട്, അത് വേറെ കാര്യം. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താ അറിയോ, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സിംഗ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഈ ഒരു വിസ ഭയങ്കര അനുഗ്രഹമാണെന്നേ എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, NHS റിക്രൂട്ട്മെൻറ്റൊക്കെ ഭാഗികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ യോഗ്യതയും OETയും IELTS ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ കാലാവധി തീരാനായിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 18 വയസ്സിന് 30 വയസ്സിന് താഴെയാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാലറ്റ് കിട്ടുവാണെങ്കിൽ, അത് ലക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ലക്കിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ UK വന്ന ശേഷം ഈ NHSൻ്റെ സൈറ്റിലൊക്കെ പോയി അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ പങ്കെടുത്ത് ജോലി കിട്ടിയാൽ അത് നല്ലൊരു മഹാഭാഗ്യമല്ലേ. അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, കിട്ടുകയാണെങ്കിൽ ബെറ്ററാണ്, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ, വെറും 5 ലക്ഷം 5 ലക്ഷത്തെ താഴ്ത്തി പറയുകയല്ല, മറ്റു കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ 5 ലക്ഷം വളരെ കുറവാണ്. ഈ ഏകദേശം ഞാൻ 5 ലക്ഷം റൗണ്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ. ഇവരുടെ വിസ ആപ്ലിക്കേഷൻ ഫീസ്, അതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക, അങ്ങനെയല്ല അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഞാൻ മുമ്പൊരിക്കൽ പാട്ടുണ്ടായിരുന്നു, വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നിട്ട് ചില നഴ്സുമാർ എന്ത് ചെയ്യുന്നു, ഈ OSCE എക്സാമൊക്കെ എഴുതി പാസ്സായിട്ട് എക്സാം ട്രൈ ചെയ്യുന്നുണ്ട്, ഐ മീൻ ഇൻ്റർവ്യൂ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിറ്റിംഗ് വിസയൊക്കെ നല്ല ചാർജും കാര്യങ്ങളൊക്കെ ആവും. ഇതാകുമ്പോൾ 2 വർഷം UK നിൽക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഇത്ര ചാർജ് ആവുകയും ചെയ്യില്ല, ജോലി കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ നഴ്സുമാരായിട്ടുള്ള സുഹൃത്തുക്കൾ 30 വയസ്സിന് താഴെയാണെങ്കിൽ നാളെയാണ് 21-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ബാറ്റ് ഓപ്പൺ ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നാളെ ഒരു വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് UK യങ് പ്രൊഫഷണൽ സ്കീം എന്ന് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ചിലപ്പോൾ തട്ടിപ്പ് ലിങ്കുകളൊക്കെ ചിലപ്പോൾ ഗൂഗിളിൽ കിടക്കുന്നുണ്ടാവും, അതിലൊന്നും പോയി പെടാതിരിക്കുക. ഞാൻ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു അപ്ലൈ ചെയ്യാൻ ഒരാളുടെയും സപ്പോർട്ടോ ഒരാളുടെ ഇതൊന്നും വേണ്ട. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് സിമ്പിളാണ്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, പാസ്പോർട്ടിൻ്റെ കോപ്പി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടായാൽ മതി. പിന്നെ UK വന്ന ശേഷം നിങ്ങൾക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഔദ്യോഗികമായിട്ട് ഫിസിയോതെറാപ്പിയുടെ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ HCPC രജിസ്ട്രേഷൻ നേടിയിരിക്കണമെന്നുണ്ട് ഇവിടുത്തെ. അപ്പോൾ നേരത്തെ ഇപ്പോൾ NHS നഴ്സായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, എന്നപോലെ അതൊക്കെ വരും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടുകയൊക്കെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇനി അടുത്ത 3ാമത്തെ ഡൗട്ട് എന്താ അറിയോ, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം, അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ആൾക്കാർ ട്രോളാൻ വേണ്ടിയിട്ട് തമാശയ്ക്ക് ചോദിക്കുന്നതൊക്കെ ആയിരിക്കും. പറ്റുമെന്നാണ് ഉത്തരം. 5000 പൗണ്ട് വരേക്കുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, നമുക്ക് ശമ്പളം കൊടുത്ത ഒരാളെ നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു ഡീമെറിറ്റ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഓഫീസ് വാടകയ്ക്ക് എടുത്ത് അയക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിനായിട്ട് നമ്മൾ വാങ്ങുന്ന ഉപകരണങ്ങളുടെ മൂല്യം 5000 പൗണ്ടിൽ കൂടരുതെന്നുണ്ട്. നമുക്ക് സോളോ ആയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം, നമ്മൾ കീഴിൽ ഒരാളെ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ UK വന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, 30 വയസ്സിന് താഴെയാണെങ്കിൽ ഏജ് എങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. ആ ബിസിനസ് പൊളിഞ്ഞു അല്ലെങ്കിൽ ആ ബിസിനസ് പരാജയപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് ഈ വിസ മോശമാണ്, തട്ടിപ്പാണെന്ന് പറയാൻ അർത്ഥമില്ല. അതാ പറഞ്ഞ് അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, നമ്മുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വിസ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും പറയുകയാണ്, ഈ വർഷത്തെ അവസാനത്തെ ഒരു ബാലറ്റാണ് നാളെ. ഈ ഒരു 3000 പേർക്കാണ്, 3000 വിസയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം. വേറൊന്നുമില്ല, ഉദ്ദേശിക്കുന്നത് എന്തറിയോ, ലോകത്തുള്ള യുവാക്കളായ ആൾക്കാരെ UK ആകർഷിക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് യൂത്ത് മൊബിലിറ്റി വിസ ഉള്ളത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അതിൽ അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 2023 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും
UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഋഷി സുനക്കും ചേർന്ന് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അവസരമായി. അപ്പം ഇന്ത്യയിലെ യുവാക്കളായിട്ടുള്ള 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നൊരു ബിസിനസ് ചെയ്യാം, പഠിക്കാം, ജോലി ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാണ്ട് നാട്ടുകാർക്കും ഇന്ത്യക്കാർക്കും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ വളർച്ച പ്രാപിക്കുക ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 21 ഉച്ചയ്ക്ക് 1:30 ബാലറ്റ് ഓപ്പൺ ആവും. 23 ഉച്ചയ്ക്ക് 1:30 ബാലറ്റ് ക്ലോസ് ആവും. ഏകദേശം ഓഗസ്റ്റ് മധ്യത്തോടെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ജൂലൈ 21 ഓഗസ്റ്റ് മധ്യത്തോടെയൊക്കെ ഈ ബാലറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ മെയിലായിട്ട് വരും. മെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക, സ്പാമൊക്കെ ചെക്ക് ചെയ്യുക. മെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സ് ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങണം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അവസരത്തിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇത്തരം ഡൗട്ട്സ് ചോദിച്ച ആൾക്കാർ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇത് തട്ടിപ്പൊന്നുമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ വന്ന് ജോലി കിട്ടുന്ന ഒരു ഉറപ്പും ഒരു അഷ്യൂരിറ്റിയും ഞാൻ പറയുന്നില്ല. കിട്ടുമോ അവരവൻ്റെ ഭാഗ്യം പോലെ, ലക്ക് പോലെ, അവരുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, സുവർണാവസരമാണ്, മിസ് ചെയ്യാതിരിക്കുക. UK വരെ താല്പര്യമുള്ളവരോടാട്ടോ പറയുന്നത്. താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കുക. താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.